ഞാൻ ദൈവവിശ്വാസിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു മതവിശ്വാസിയോ അല്ലെങ്കിൽ ഈ സഭകളിൽ വിശ്വസിക്കുക അങ്ങനെയാണ്. എൻ്റെ വിശ്വാസം ദൈവത്തിലാണ്. അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, അതൊരു ലേഖനത്തിലെ ഒരു തലക്കെട്ട് കൂടിയാണ്. ദൈവത്തിൻ്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ ലേഖനം ആ പുസ്തകത്തിലുണ്ട്. അതാണ് അതിനകത്ത് മനുഷ്യൻ്റെ ചില്ലിക്കാശ് പോലും ആവശ്യമില്ലാത്ത ദൈവത്തിൻ്റെ പേരിൽ അത്യാഡംബരങ്ങളുടെ അടയാളങ്ങളായ പടുകൂറ്റം പള്ളികളിലും അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും മതസ്ഥാപനങ്ങളിലുമൊക്കെ ഇങ്ങനെ കണക്കില്ലാത്ത സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. ശരിക്കും ദൈവത്തിൻ്റെ അവകാശികളെന്ന് പറയുന്നത് ദരിദ്രരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പേരിൽ കൂട്ടിവെച്ചിരിക്കുന്ന ഈ സമ്പത്ത് അതിൻ്റെ യഥാർത്ഥ അവകാശികളായ ദരിദ്രരുടെ പട്ടിണി മാറ്റാൻ, അവൻ്റെ വിശപ്പ് മാറ്റാൻ, വിട്ടു നൽകാൻ അത് കൈയാളുന്നവർ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അതിനകത്തുള്ളൊരു ആശയം. അപ്പം ദൈവത്തിന് മനുഷ്യൻ്റെ പൈസയൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ദൈവത്തിൻ്റെ കാര്യം, സ്വന്തം കാര്യം നോക്കാൻ പോലും കഴിവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ദൈവത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലും. അതെ, അതുകൊണ്ട് ദൈവത്തെ ഞങ്ങൾ രക്ഷിച്ചോളാം എന്നാണ്. ദൈവം ഞങ്ങൾ രക്ഷിക്കേണ്ട. സ്വന്തം കാര്യം നോക്കാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് മനുഷ്യൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിന് മനുഷ്യന് ആവശ്യമില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്, സർവശക്തനായ സർവ്വവ്യാപിയായ സർവജ്ഞാനിയായ ദൈവത്തിന് മനുഷ്യൻ്റെ ഒരു സഹായവുമോ മനുഷ്യൻ്റെ ഒരു പിന്തുണയോ ആവശ്യമില്ല. അതുമല്ല, ദൈവത്തിനൊരു മതവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.